ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻറ്റ് എമർജൻസി ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇന്നിവിടെ സീഷർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ജെന്നി അഥവാ ഫിറ്റ്സ് എന്ന് പറയുന്നത് 10-ൽ ഒരാൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമോ പല തവണകളായിട്ടോ പ്രസൻറ്റ് ചെയ്യാവുന്നൊരു കണ്ടീഷനാണ്. അതിശക്തമായിട്ട് 10,000-ഓളം സ്ട്രോങ്ങർ ഇമ്പൾസ് ആയിട്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് പവർഫുൾ ജെർക്കി മൂവ്മെന്റ്സ് പോലെയോ അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇമ്പൾസ് ആണ് സീഷർ. പല കാരണങ്ങൾ കൊണ്ട് സീഷർ വരാറുണ്ട്. ഈവൻ ഒരു ആക്സിഡന്റ് ആയിട്ട് ഹെഡ് ഇഞ്ചുറി വരുന്ന പേഷ്യൻസിന് വരാറുണ്ട്. സ്ട്രോക്ക് വന്നിട്ട് രക്തസ്രാവം വരുന്ന പേഷ്യൻസിന് വരാറുണ്ട്. ഒന്നുമില്ല, ഒരു പനി, ഹൈ ഗ്രേഡ് ഫീവർ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരാവുന്ന ഒരു ജന്യ വരാം. മസ്തിഷ്ക ജ്വരം അങ്ങനത്തെ വരാം. പിന്നീട് ജനിതകമായിട്ടുണ്ടാവുന്ന കണ്ടീഷൻസ് ഉണ്ട്. പ്രഗ്നൻസിയിൽ ടൈമിൽ അമ്മയ്ക്കുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് കാരണം കുട്ടിക്ക് ഭാവിയിൽ ജന്യ വരാം. അങ്ങനെ പല കാരണങ്ങളും കൊണ്ടും ജന്യ വരാം. ഇതിനെല്ലാം ഒരു ട്രിഗർ ഫാക്ടറായിട്ട് ഉണ്ടാവാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിശക്തമായിട്ടുള്ള സ്ട്രോങ് ലൈറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രോങ് സ്മെല്ല്, അതല്ലെങ്കിൽ ഉറക്കക്കുറവ്, സ്ട്രെസ്സ് കൂടുതൽ, അതല്ലെങ്കിൽ നമ്മൾ ഡോക്ടർ സീഷറിന് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന മെഡിസിൻസ് ഏതെങ്കിലും മിസ്സാവുക, അതായത് ഡ്രഗ് ഡിഫോൾട്ട് എന്ന് പറയും. നമ്മൾ കൃത്യമായിട്ട് കഴിക്കേണ്ട സമയത്തിന് കഴിക്കുന്നില്ല, മിസ്സാവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ജന്യ വരാം. പിന്നെ ഇതൊന്നും അല്ലാതെ, ഇത് വലിയ ആൾക്കാരിൽ ഉണ്ടാവുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ കൊച്ചുകുട്ടികളിൽ, അതായത് 5 വയസ്സിൽ താഴെ പനിയോടൊപ്പം ഉണ്ടാവുന്ന ജന്യുണ്ട്. പനിയോടൊപ്പം ഉണ്ടാകുന്ന ജന്യ ഫെബ്രൈൽ സീഷർ. നമ്മൾ പനി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. ജന്നി വന്നിട്ട് ഇതിനു മുമ്പ് ജന്നി വന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം കഴിവതും ശ്രദ്ധിച്ച് ഹൈഗ്രേഡ് പനിയായിട്ട് പുറമെ കാണിക്കണമെന്നില്ല. ചെറിയ പനി ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ 2 ദിവസം വളരെ ശ്രദ്ധിക്കണം. പനി കുറയ്ക്കാനുള്ള എല്ലാ മെഷേഴ്സും എടുക്കണം. മരുന്ന് കൃത്യസമയത്ത് കൊടുക്കണം. ജെന്നിക്ക് മരുന്ന് ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും സംശയിച്ച് കൊടുക്കാതിരിക്കാതെ തന്നെ കൊടുത്തേക്കുക. കാരണം 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ഫെബ്രൈൽ സീഷർ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഓരോ തവണയും ജന്നി വരുത്താതിരിക്കുക. കാരണം ഓരോ തവണയും ജന്നി വരുന്നത് ബ്രെയിനിന് ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫെബ്രൈൽ സീഷർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആവാതിരിക്കുക. ഇതിപ്പോൾ ഫെബ്രൈൽ സീഷർ ആയാലും അഡൽട്ട് സീഷർ ആയാലും നമ്മൾ ആദ്യം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പാനിക് ആവാതെ ആ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ സേഫ് ആക്കി ഒരു സ്ഥലത്തേക്ക് നിൽക്കുന്നവരാണെങ്കിൽ ഇരുത്തോ കിടത്തുകയോ ചെയ്യുക. കഴിവതും കിടക്കുന്നതാണ് നല്ലത്. സേഫ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് കിടത്തുക. കഴിവതും ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ, അതായത് റിക്കവറി പൊസിഷൻ എന്ന് പറയും. കിടക്കുന്നവരാണെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു തലയണ വെച്ച് തല സേഫ് ആക്കുക. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജെർക്കി മൂവ്മെന്റ്സ് ആയതുകൊണ്ട് തല ഇഞ്ചുറി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പില്ലോ വെച്ച് അടിയിൽ കൊടുത്ത് ഹെഡ് ആദ്യം പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ ഗ്ലാസസ് എന്തെങ്കിലും അവരുടെ ഫേസിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇടത്ത് കാൽമുട്ട് മടക്കി വെച്ചിട്ട് ഇടത്ത് സൈഡിലേക്ക് ചരിച്ച് കിടത്തി കൈ തലയുടെ അടിയിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യേണ്ട. എപ്പോഴും ആ പേഷ്യൻറ്റിൻ്റെ ബോഡി ഫ്രീ ആക്കി ഇടുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. കാരണം അവർ ഫോഴ്സ്ഫുൾ ജെർക്കി മൂവ്മെന്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവർക്ക് ഒന്നുകിൽ ഷോൾഡറൊക്കെ ഡിസ്ലൊക്കേറ്റഡ് ആവാം, ഫ്രാക്ചർ സംഭവിക്കാം, ഇഞ്ചുറീസ് ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെയോടൊപ്പം നമ്മൾ സാധാരണ കണ്ടുവരുന്നതാണ് ടങ് ബൈറ്റ്, നാക്ക് കടിക്കുന്നത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ചിലർ തുണി വായിൽ തിരികെ കയറ്റി കൊടുക്കും. പക്ഷെ അങ്ങനത്തെ പ്രവണതകളൊക്കെ തെറ്റാണ്. അതുപോലെ താക്കോല് കയ്യിൽ കൊടുക്കും ജന്നി നിർക്കാൻ വേണ്ടിയിട്ട്. അത് തെറ്റായ പ്രവണത തന്നെയാണ്. 3 മുതൽ 5 മിനിറ്റ് വരെ സാധാരണ ജന്നി ലാസ്റ്റ് ചെയ്യാറുള്ളൂ. അതിനപ്പുറം ലാസ്റ്റ് ചെയ്യുന്ന ജന്നികളെ നമ്മൾ എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു സീരിയസ് മെഡിക്കൽ കണ്ടീഷനാണ്. അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ചിലപ്പോൾ വെന്റിലേറ്ററിൽ വരെ പോകേണ്ടി വരാവുന്ന കണ്ടീഷനാണ്. അപ്പോൾ അത് താമസിക്കാതെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ളത്.